കൂടി ആയി കഴിഞ്ഞാൽ വലിയേട്ടൻ്റെ അകത്തി വെള്ളം കയറും. വെറുതെ ഒറ്റ മഴക്കിന് വന്നോണത് എടുക്കാറുള്ളത്. എടങ്ങാഴി പറയൊക്കെ പറ പോലെ പ്രത്യേകം പറഞ്ഞു കാണിക്കണ്ടെന്ന് ഇത്തേന്. അതുകൊണ്ട് നമ്മൾ നന്നായി കാണിക്കുന്നുണ്ട്. ഇനി ദുബായിലത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള വല്ല സാധനം വിചാരിച്ചു ചേട്ടൻ. മോള് ഗ്ലാസ് ഇരിക്കാം. ഇത് കണ്ടപ്പോ ഞങ്ങൾക്കൊരാഗ്രഹം, വടക്ക് ഭാഗത്തുള്ള ജനൽ കളഞ്ഞിട്ട് അവിടെ ഇത് വെച്ചാലോ. ഡോറ് സ്ലൈഡിങ് ഡോറായിരുന്നു. ടാറ്റ എന്നിട്ട് പോവാ. ഗേറ്റ് അടച്ച് എന്നെ പുറത്താക്കാനുള്ള പരിപാടി. അതിതീവ്ര മഴ, കുറച്ച് സമയം കൊണ്ട് വന്ന വെള്ളം അത് മുഴുവൻ. ഞങ്ങള് പാചകം ചെയ്യാൻ വിചാരിച്ചായിരുന്നു. നോക്കിയാ നമ്മുടെ ഗ്യാസും കുറ്റിയും ഇതും കണ്ട മഴ തകർത്തു. വെള്ളം തന്നെ വരവ് നോക്കിയേ. വലിയേട്ടന്റെ പറമ്പൊക്കെ മുങ്ങി. വലിയേട്ടന്റെ പറമ്പൊക്കെ ഇതിൽ താന്നിട്ടാണേ. അവിടെ നിന്ന് കണ്ട ആ കള്ളികളിന്നൊക്കെ നിറഞ്ഞ് വെള്ളം വീഴുക. മറ്റേ മോളിന്നൊക്കെയുള്ള വെള്ളം ആ മതിലുകളുടെ കോട്ടകളിൽ കൂടെ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇടിവാളും മിന്നുണ്ട് കേട്ടാ. വെള്ളം കയറുന്നുണ്ടാ ഓരോ തിണ്ടുകളിൽ നിന്ന് വെള്ളം. ഇത് തമിഴ്നാട്ടിലത്തെ മറ്റേ ഈ ചെക്ക് ഡാം പോലെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു കേട്ടാ. വെള്ളം കണ്ട വീണ് തുടങ്ങി. നല്ല ഭംഗിയിലായി ഇറങ്ങിയില്ലേ. തമിഴ്നാട്ടിലത്തെ ചെക്ക് ഡാമിലത്തെ പോലെ വെള്ളം. നമ്മുടെ ഈ കോമ്പൗണ്ടില് ഏറ്റവും ഉയർന്നത് സജീവന്റെ ഭാഗ വീട്. അത് കഴിഞ്ഞ പിന്നെ നമ്മുടെ വീട് ഉയർന്നത്. ബാക്കി എല്ലാവരും താന്നട്ടാ. താഴ്ന്ന സ്ഥലങ്ങളിൽ താമസിക്കുന്നവർക്ക് ഉള്ളിൽ തീയായിരിക്കും ഈ മഴ. നമുക്ക് കുഴപ്പമില്ല, ഇതെങ്ങനെയാലും ഒഴുകിപ്പോവും. ഇതിപ്പോ പെട്ടെന്നുള്ളൊരു മഴയാണ്. അതിതീവ്ര മഴ. കുറച്ച് സമയം കൊണ്ട് കൂടുതൽ വെള്ളമാണ് വന്നുകൊണ്ടിരിക്കണേ. ആ കള്ളി കേട്ടോ, നമ്മുടെ ബെഞ്ചുള്ള കള്ളി അത് മുങ്ങിറങ്ങി. ഇനി മറ്റേ കള്ളി നോക്കിയാ കേട്ടാ, നമ്മുടെ പോണ്ടുള്ളത് അവിടെ നോക്കിയാ വെള്ളം. ആ കള്ളി നിറഞ്ഞു. ഇടിവെട്ടുണ്ട്, മിന്നലും. അല്ലാണ്ട് ചേട്ടപ്പ ഈ മഴയത്ത് അങ്ങനെ അറമാതിച്ച് നടന്നേനെ. ഞാൻ മഴയത്ത് ഇറങ്ങാനുള്ള പരിപാടിയായിരുന്നു. കാരണം അണ്ടി പറക്കാൻ പോവാണേ ഞാനേ. ജഗ്ഗുവിനെ കൊണ്ടുവരാ മഴ മാറിച്ചപ്പോ മതി. ഘനഗംഭീരമായൊരു മഴയായിരുന്നു. വലിയേട്ടന്റെ വീടിന്റെ ആ ചവിട്ടുപടി മൂടി ഒരു തുണ്ടും കൂടി ആയി കഴിഞ്ഞാൽ വലിയേട്ടന്റെ അകത്തി വെള്ളം കയറും. അങ്ങനെയാണ് നിക്കണേ. അല്ലൻ ചേട്ടന്റെ അവരൊക്കെ വീടിന്റെ ബാക്ക് ഭാഗമൊക്കെ വെള്ളത്തിൽ മുങ്ങി ഉണ്ടാവണം. ഇത്രയ്ക്ക് വെള്ളം ഇവിടെ നിക്കണ സ്ഥിതിക്ക് അവിടെയൊക്കെ മഴ ഒന്ന് കുറഞ്ഞിട്ട്, പക്ഷെ ഇടി കുടുങ്ങുന്നുണ്ട് ഇപ്പോഴും. ഒരു കാര്യം ചെയ്യാം, നമ്മളിപ്പോ പുറത്തേക്ക് പോവല്ലേ, ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോവാട്ടാ. നമ്മുടെ വഴിയുടെ അവസ്ഥ എങ്ങനെയുണ്ടെന്ന് ഇപ്പൊ നമുക്ക് കാണാം. ബാക്കിയുള്ള സ്ഥലത്തൊന്നും വെള്ളമല്ലേ. നമ്മുടെ ഇതില് പിന്നെ അവിടെ ഒരു ഓട്ട കുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം മുഴുവൻ പോട്ടാ. ഈ കള്ളിയില് ഓട്ട കുത്തിയിട്ടില്ല. ഇവിടെ ഇളയം കൊണ്ട് ഒരു കുത്തു കൊടുക്കണം. ഇതെല്ലാ വർഷക്കാലത്ത് ചേട്ടൻ പറയും, ഇളയം കൊണ്ട് ഒരു ഓട്ട ഉണ്ടാക്കണം. ഇവിടെ വെള്ളം നിറഞ്ഞു. പുഴ നമ്മുടെ വഴി കണ്ട വെള്ളം ഇത്രയ്ക്ക്. അയ്യോ, അവിടെ ഗേറ്റ് തുറന്നിട്ടുണ്ട്. ഭാഗ്യം, അല്ലെങ്കിൽ വെള്ളത്തിൽ ഇവിടെ ഇറങ്ങേണ്ട വന്നെ. പിന്നിരിക്കൊക്കെ ഇവിടെ എന്തുട്ടാ വഴിയിൽ വന്നെടുക്കണത് തടഞ്ഞിട്ട് സാധനം. ആണിന്റെ ഒരു പാലയ്ക്കൊക്കെ ഒഴുകി വന്നു തുടങ്ങിയില്ല. ദൈവം, ആണിന്റെ നമ്മുടെ വണ്ടിയുടെ കാറുമിലേക്ക് തന്നെ കയറാ. നോക്കിയ തോട് നിറഞ്ഞ് കവിഞ്ഞെടുക്കണത്. വെറുതെ ഒറ്റ മഴക്കിനെ വന്നോണത്. നോക്കിയ വഴിയിൽ വെള്ളം നോക്കിയേ വെള്ളം. അതല്ലാന്ന് ഇതിപ്പോ അവിടെ നിന്ന് ഇങ്ങോട്ട് വെള്ളം വരാ. റോട്ടീന്ന് കണ്ട വെള്ളം ഇങ്ങടെ വന്നോണ്ടിരിക്കണേ. വെള്ളം അങ്ങോട്ട് പോണില്ല. വെള്ളം പോവാൻ വേണ്ടി ഇങ്ങോട്ട് ഒരു അത് അതിൽ കൂടെ വെള്ളം അങ്ങോട്ട് കയറാവും. തോട് നിറഞ്ഞൊഴുകി.
ഒറ്റ മഴക്കിൻ്റെ ഈ സംഭവമാണ് പറയുന്നത്. ഈ സമയത്തും ഈ തോട് ഇങ്ങനെ നിറഞ്ഞോട് കയറില്ല. ഈ തോട് നിറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജൂൺ 15 ജൂൺ 20 ആവണം. ആ സമയത്ത് ഒന്ന് കുറച്ചെങ്കിലും വെള്ളാവാറ്. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞങ്ങൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 10-15 കിലോമീറ്റർ അകലെയുള്ള സ്ഥലത്തേക്ക് വന്നാണ് പട്ടിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വന്ന് പോകുന്നത്. അപ്പം മനോഹരമായ ഒരു ചെറിയൊരു ടാറിട്ട റോഡ്, ഇരുവശവും നല്ല ഭംഗിയുള്ള വീടുകൾ. അതെ. അപ്പോൾ എന്തിനാണ് വന്നിരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വന്നതേ നമ്മൾ കുറച്ച് ഷോർട്ട് ഫിലിംസൊക്കെ എടുക്കണത് അറിയാലോ. നമ്മുടെ സത്യൻ, ഷീല, സുമലതയുടെ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വീട്ടിൽ തന്നെയാണ് ആ കഥകൾ നടക്കണതായിട്ട് നമ്മൾ എടുക്കാറുള്ളത്. നമ്മളുടെ വീട്ടിൽ തന്നെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യാറല്ലോ. അപ്പോൾ ഒരു സാധനം, ഇനി ഒരു ഗംഭീരമൊരു ഹൊറർ സാധനമുണ്ട്, ഒരു സ്ക്രിപ്റ്റ് നമ്മൾ എഴുതി വെച്ചിട്ടൊരു എത്ര കൊല്ലമുണ്ടാവും ചേട്ടാ? അത് ഒരു 7 കൊല്ലമുണ്ടാവും. 7 കൊല്ലമല്ല, 10 കൊല്ലം. 10 കൊല്ലത്തോളം മുന്നായിട്ട് എഴുതി വെച്ചിട്ടുള്ള ഒരു ഗംഭീരമായൊരു ഹൊറർ സാധനം ഉണ്ട് കേട്ടോ. അതെടുക്കണമെങ്കിൽ നമ്മുടെ വീട് പറ്റില്ല. അത് എടുക്കണമെങ്കിൽ അത് നമ്മുടെ വിഷ്വലിലുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു ടൈപ്പാണ്. 2 നില വീട് മസ്റ്റാണ്. ഉള്ളിൽ കൂടെ കോണിയൊക്കെ പോയിട്ട് പറയില്ല. അപ്പൊ അതിന് പറ്റിയൊരു വീട്, നമ്മളിപ്പോൾ അത് ഷൂട്ട് ചെയ്യാനായിട്ട് അതിന് പറ്റിയൊരു വീടുണ്ടോന്ന് നമ്മുടെ ആൽവിൻ്റെ അടുത്ത് ചോദിച്ചേ. നമ്മുടെ വീട് ഇന്റീരിയർ ചെയ്ത ആൽവിനാകുമ്പോൾ ഇങ്ങനെ കുറേ വീടുകൾ അറിയാലോ. അപ്പോൾ ചോദിച്ചപ്പോൾ ആൽവിൻ പറഞ്ഞു ഒരു വീടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ വീട് കാണുന്നത്. അപ്പോൾ വീട് കണ്ടപ്പോൾ നമ്മൾക്ക് ഓക്കെയാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒരു വീട് വേണം. അപ്പം നമ്മളുടെ മനസ്സിൽ ഉള്ള പോലെ അല്ലെങ്കിലും ഏതാണ്ട് അതുമായിട്ടൊരു 80% യോജിക്കുന്ന പോലത്തെ ഒരു എക്സ്റ്റീരിയറൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഇത് ഓക്കെയാണ്. അപ്പോൾ നമുക്ക് ഈ വീട് എന്നിട്ട് കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഒരു 20 വർഷം മുന്നേ 24 വർഷം പഴക്കമുള്ള വീടാണ്. 24 വർഷം മുന്നാണ് ഇക്ക ഈ വീട് വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ ഉള്ള വീടാണ്. അപ്പം അതിനേക്കാളും പഴക്കമുള്ള ഒരു വീടായിരുന്നു. ആ വീടിൻ്റെ ഇൻറ്റീരിയർ പുറം ഭാഗം വലിയ മാറ്റം അവർ വരുത്തിയിട്ടില്ല, കുറച്ച് മാറ്റം വരുത്തിയിട്ടുള്ളൂ. അതിൻ്റെ ഫോട്ടോ വേണമെങ്കിൽ കാണിച്ചു തരാം. പുറം ഭാഗത്തിൽ ഉൾഭാഗം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ സബ്സ്ക്രൈബറാണ് ആള്. പിന്നെ നമ്മുടെ വീടിൻ്റെ ഇൻറ്റീരിയർ ചെയ്ത് കണ്ടപ്പോൾ അത് കണ്ടിട്ടാണ് അവർ ആൽവിനെ ഏൽപ്പിച്ചതും. ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെയാണ് കുറേ കാര്യങ്ങളൊക്കെ അവർ ചെയ്തേക്കണം. അതുപോലെ തന്നെ നമ്മുടെ വീട് പോലെ തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡോറൊക്കെ, ബെഡ്റൂമിൻ്റെ ഡോറൊക്കെ നമ്മുടെ ഡോറ് പോലെ തന്നെയാണ്. പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അതുപോലെയാണ്. അപ്പോൾ ആ വീട്ടിലേക്കാണ് നമ്മൾ വരുന്നത്. അത് രസമുണ്ട് കാണാനായിട്ട്, അതുകൊണ്ടാണ് വന്നോ. അപ്പൊ ഗൃഹനാഥനായിട്ടുള്ള ലത്തീഫിക്ക ഇപ്പൊ നാട്ടിലുണ്ട്. ആള് ദുബായിലാണ്. ആളാണ് ലത്തീഫിക്ക. അപ്പൊ വീട് നമ്മൾക്ക് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞപ്പോ ആള് സന്തോഷത്തോടു കൂടി സമ്മതിച്ചു, ഷൂട്ട് ചെയ്തോളാൻ പറഞ്ഞു. നമുക്കൊരു നേരത്തെ ഷൂട്ടുള്ളോ. അല്ല, ചിലവർക്ക് വീടിന്റെ ഉൾഭാഗം ഒന്നും അങ്ങനെ പബ്ലിക്കായിട്ട് അങ്ങനെ കാണിക്കണമെന്നും അത് ഇഷ്ടമുണ്ടാവില്ല. അപ്പൊ ആള് പറഞ്ഞു കുഴപ്പമില്ല, എടുത്തോളാൻ പറഞ്ഞു. പിന്നെ വീട് ചെയ്തിട്ടുള്ള ആൽവിനൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടാ. അപ്പൊ ആ കിണറുമ്പെന്ന് നമുക്ക് തുടങ്ങിയാലോ. ഈ കിണർ ആദ്യം എങ്ങനെയായിരുന്നു? സാധാരണ ഒരു കിണർ. ഓരോരുത്തരും അതിൽ കൂടി ഇവിടെയൊക്കെ മുങ്ങാട്ടാ. ആൽവിന്റെ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്. പോരെ ഇങ്ങോട്ട് പോന്നോ? കിണറ് മുകളിൽ ഗ്രില്ലിട്ടുണ്ട്, നല്ല ഭംഗിയില് ഒരു ഇതൊക്കെ. നമ്മളുടെ പോണ്ടും പിന്നെ നമ്മളുടെ ഫ്രണ്ടിലത്തെ ബെഞ്ചില്ലേ അതൊക്കെ ചെയ്തിട്ടുള്ള സുനിലേട്ടൻ ഉണ്ടല്ലോ, ആളാണ് ഇത് ചെയ്തിട്ടുള്ളത്, ഈ വർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടാ. മരം ഇങ്ങനെയൊക്കെ. ഈ കിണറ് പണ്ടേ കൂടി ഉണ്ടായിരുന്നില്ല, കിണറിനെ നശിപ്പിച്ച് കളഞ്ഞില്ല. മനോഹരമാക്കി നല്ല പണ്ടത്തെ എടങ്ങാഴിയില്ലേ, എടങ്ങാഴി പറയൊക്കെ മോഡല്, ഈ നെല്ലൊക്കെ കളക്കണ ഇതല്ലേ അതിൻ്റെ ഒരു മോഡല്. അപ്പൊ ഇവിടെ 2 മുന്നില് ഇത് എത്ര സെന്റ് സ്ഥലമുണ്ട്? 12 സെന്റ് സ്ഥലത്താണ് ഈ വീട്. ഈ സിറ്റ് ഔട്ട് എങ്ങനെയായിരുന്നു ആദ്യം? അതിൽ കൂടെ കയറണ പോലെയായിരുന്നു. അത് കളഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ. ഇവിടെ ഈ തിണ്ണി ഉണ്ടായിരുന്നാ വെച്ചതാണല്ലേ? നല്ലതാട്ടാ. നമ്മുടെ ഒരു സൈഡ് കൊടുക്കായിരുന്നു ഇങ്ങനെ അല്ലേ.
ആ അതാണ് വെച്ചോ, ആ ഒരു ഇതാണ്. ആ ഇത് ബോക്സ് അടിച്ചിട്ട് ഇവിടെ കൊണ്ടിട്ടേക്കണതാ. കറക്റ്റ് ഈ അളവിനുള്ള ബോക്സ് കൂടി ഇട്ടേക്കാം അല്ലേ. ആ അപ്പൊ നമ്മുടെ സിറ്റ് ഔട്ടിന്റെ ഒരു സൈഡിലിടായിരുന്നു. അല്ല ചെരുപ്പൊക്കെ പട്ടികൾ എടുത്തോണ്ട് പോവാ. രണ്ട് ചെരുപ്പ് ഇങ്ങനെ എടുക്കണ്ട, ഒരെണ്ണം എടുത്തോണ്ട് പോകും. ഒരെണ്ണം കൊണ്ടുപോയില്ല, ഒരെണ്ണം എടുത്തോണ്ട്. എന്നിട്ട് അതിനെ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. ആ അല്ല രണ്ടെണ്ണം നിൽക്കണ്ടല്ലോ, അപ്പൊ ഒരെണ്ണം എടുക്കണം. ഒരെണ്ണം മാത്രമാണെങ്കിൽ അത് ഒരു എടുത്തോട്ടെ വെച്ചിട്ടാന്ന് തോന്നുന്നുണ്ട്. അപ്പൊ നമുക്ക് അകത്തേക്ക് വലതുകാൽ വെച്ച് കിടക്കാം. ഞങ്ങൾ വന്നതാണ് കേട്ടാ. എന്നാലും നമ്മുടെ ഇത്ത ഇവിടെ നിൽക്കുന്നുണ്ട്. ഇത്ത പ്രത്യേകം പറഞ്ഞു കാണിക്കണ്ടെന്ന് ഇത്തേന്. അതുകൊണ്ട് നമ്മൾ നന്നായി കാണിക്കുന്നുണ്ട്. സജി എന്നാണ് പേര് അല്ലേ. പിന്നെ മോനുണ്ട് കേട്ടോ, 2 ആൺമക്കളാണ്. ഒരു മോൻ, മൂത്ത മോൻ ദുബായിലാണ് വർക്ക് ചെയ്യാണ്. രണ്ടാമത്തെ മോൻ ഇവിടെ ഉണ്ട്. ആള് ക്യാമറയുടെ അടുത്ത് മാറി മാറി നടക്കാം. പഠിക്കുകയാണ് അങ്കമാലിയിൽ അല്ലേ. എന്താ പേര്? എന്തിനാ പഠിക്കണത്? അങ്കമാലിയിൽ അല്ലേ. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമാണ് ആള് ഹോസ്റ്റലിലാണ് നിൽക്കണേ. ഇങ്ങോട്ട് വരുള്ളൂ. നിങ്ങൾ വർഷത്തിലൊരിക്കലാ? എപ്പോഴാ വരാ? വർഷത്തിലൊരിക്കൽ വരും. ഈ സമയത്ത് വരാറ് എല്ലായ്പ്പോഴും? 2 പ്രാവശ്യം വരും. ചിലപ്പോൾ ഇത്ത ഒരു പ്രാവശ്യം വരുള്ളൂ, ഞാൻ ചിലപ്പോൾ 2 പ്രാവശ്യം വരും. ഞാൻ മെയ്യില്, പിന്നെ അതുപോലെ തന്നെ നവംബറിൽ 2 പ്രാവശ്യമായിട്ട് വരും. ഞാൻ വന്നിട്ട് ഒരു 3-4 മാസം അങ്ങനെ നിന്നിട്ട് ഞാനൊരു 15 ദിവസം ഉണ്ടാവുള്ളൂ. അത് ശരി. അപ്പൊ നമുക്ക് ഇവിടെ ചായ ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ചായ കുടിച്ചിട്ട് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ കാണിക്കുന്നതായിരിക്കും. ഇത് മറ്റന്നാ തെങ്ങിന്റെ കുറെ സാധനങ്ങളല്ലേ? ഒന്നും വേണ്ട, അത് ഫ്രാഗ്രൻസിന് വേണ്ടി ഒന്നും വേണ്ട. ഇതിലെവിടെ ഫ്രാഗ്രൻസ് ഉണ്ടാവാ? ഫ്രാഗ്രൻസ് അത് നമ്മൾ ഓയിൽ ഒഴിക്കണം. ഫ്രാഗ്രൻസ് ഓയിൽ ഇല്ലേ, അതിൽ ഒഴിച്ചിട്ട് വെക്കും. ഒഴിച്ചിട്ടില്ല. ഇത് മടലില്ലേ നമ്മുടെ? അതെ അതെ, തെങ്ങിന്റെ സാധനങ്ങള്, തെങ്ങിന്റെ മടല, ചകിരിയൊക്കെ കഷ്ണങ്ങള്. പിന്നെ ദുബായിലത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള വല്ല സാധനം ചോദിച്ചു ചേട്ടൻ പറഞ്ഞത് ഭാഗ്യം. അപ്പോൾ ചായ കുടിക്കൽ കഴിഞ്ഞു. ഇനി നമുക്ക് വീട് കാണാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ കയറി വരുമ്പോഴുള്ള ഹോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിവിങ് സ്പേസ് ഒരു കുഞ്ഞൊരു സ്ഥലമായിരുന്നു. ഇപ്പോൾ മുൻപ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ആർച്ചായിരുന്നു, ചെറിയൊരു ആർച്ചായിരുന്നു ഇവിടെ. പിന്നെ ഇവിടെ ക്ലോസ് ആയിരുന്നു, ഇവിടെ ഒരു ഡോറായിരുന്നു. പിന്നെ ഇവിടെ ഒരു ഡോർ ഉണ്ടായിരുന്നു. ഡോറായിരുന്നു ഇങ്ങോട്ട് കിടക്കാനായിട്ട്. അതായത് ഇത് മുന്നത്തെ വീട്ടുകാരെ, ഇത് ഇവർ പണിതിട്ടുള്ള വീടല്ല എന്ന് പറഞ്ഞല്ലോ, വീട് വാങ്ങിയിട്ടുള്ളതാ. അപ്പോൾ അപ്സ്റ്റെയർ വാടകയ്ക്ക് കൊടുക്കാം അങ്ങനെ വിചാരിച്ചിട്ട് ഇവിടെ ക്ലോസ് ചെയ്തിട്ട് ഇവിടെ ഒരു ഡോറായിരുന്നു. എന്നിട്ട് ഈ ചുമരുമ്മേ പുറത്തുനിന്നൊരു ഡോറായിരുന്നു. അപ്പോൾ മുകളിൽ താമസിക്കണവർക്ക് ഇതിൽ കൂടെ കയറി ഇങ്ങനെ പോവാമല്ലോ. അപ്പം നമ്മൾ ഇവിടെ താമസിക്കണവരെ അത് എഫക്റ്റ് ചെയ്യില്ല. അതിന് വേണ്ടിയിട്ട് അങ്ങനെയായിരുന്നു. അപ്പോൾ അതെല്ലാം കളഞ്ഞു, അവിടെ അടച്ചു. ഇവിടെ ഇങ്ങനെയൊക്കെയപ്പോൾ ഈ ഹോളിന് ഇത്തിരി നമുക്കൊരു സൗകര്യം തോന്നിക്കും. ഇവിടെയൊക്കെ തുറന്നപ്പോൾ അല്ലേ. മുന്നേ ശരിക്കും ഇതൊരു കുടിസ് പോലെ അപ്പൊ അതൊക്കെ മാറ്റിയിട്ട് ഇവിടെ നമ്മുടെ അറച്ച് പോലെ തന്നെ ഇങ്ങനെ ചെയ്തിട്ട് ആക്കി. പിന്നെ ഇവിടെ വന്ന മാറ്റം എന്താ? ഇതിങ്ങനെ ഇത്രയും ഉണ്ടായിരുന്നില്ല, ഈ മതിലുണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നില്ല. ഇവിടെ ആയിരുന്നു വാഷ് ബേസിൻ വന്നത്. ഇതിലൂടെ നമ്മൾ കിച്ചണിലേക്ക്, കിച്ചൺ സെയിം തന്നെയായിരുന്നു. ഇവിടെ ക്ലോസ് ആയിരുന്നു. അത് ശരി. എന്നിട്ട് അതിൽ കൂടെ കടന്നിട്ട് ഇങ്ങനെയാണ് കിച്ചണിലേക്ക് കിടക്കുക. അത് അടച്ചിട്ട് ഇവിടെ തുറന്നു. പിന്നെ ഈ ഭാഗം നല്ല രസമായിട്ട് ഇവിടെ ഒരു ജനലായിരുന്നു അല്ലേ. ആ ജനൽ മാറ്റിയിട്ട് ഇവിടെ ഇങ്ങനെ ഓപ്പൺ സ്പേസ് ആയി. ഇവിടെ കണ്ട നല്ല ഭംഗിയുണ്ട്. ഇവിടെ ഇപ്പം എന്താ ഇങ്ങനെ ചെയ്തേ? നമ്മള് മുറ്റത്തൊക്കെ ചെയ്യണ പോലെ ഈ ഇതിട്ടത് മുറ്റത്ത് അവര് ആൽവിന്റെ ഒരു അതെ ഡിസൈനാണ്. മോള് ഗ്ലാസ് ഇട്ട് ഇരിക്കാം. ഫാമിലിയൊക്കെ വരുമ്പോഴത്തേക്ക്, ഫാമിലി ഗെറ്റ് ടുഗദർ ഒക്കെ വരുമ്പോഴത്തേക്കൊക്കെ നല്ല സുഖം. അതെ അല്ല, ഫാമിലി ഗെറ്റ് ടുഗദർ ഒക്കെ വരുമ്പോഴേ ആളുകൾക്ക് ഇങ്ങനെ ഇരിക്കാനും ഫുഡ് കഴിക്കാനും. അവിടെ നെറ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ. നെറ്റ് അടിച്ചിട്ടുണ്ട്. ഇടിവെട്ട് വരുമ്പോ പേടിയാവും ഇരിക്കാൻ. ഇടിവെട്ട് വരുമ്പോ നമുക്ക് ഇവിടെ ഇരിക്കാൻ പേടിയാവും.
ഇവിടെ ചുമര് ജനലായിരുന്നു അതന്നെ. ഇത് കണ്ടപ്പോൾ ഞങ്ങൾക്കൊരാഗ്രഹം, നമ്മളുടെ ഹോളിന്റെ വടക്ക് ഭാഗത്തുള്ള ജനൽ കളഞ്ഞിട്ട് അവിടെ ഇത് വെച്ചാലോ. മറ്റേ റംബുട്ടാനില്ലേ ടിവിയുടെ ഭാഗല്ലേ, ഇല്ലാട്ടാ വെറുതെ പറഞ്ഞാട്ടാ, അവിടെ ഒന്നും ചെയ്യണില്ല. പിന്നെ ഈ ടേബിള് അത് ഇവിടെ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ, ആൽവിൻ ചെയ്തതാണിത്. ചെയറുകളൊക്കെ വാങ്ങിയതാണ്. ഇത് നാനോ വൈറ്റും ഇതിട്ടിട്ട് നല്ല രസമായിട്ടുണ്ട് അല്ലേ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ ഡൈനിങ് ടേബിൾ. മുന്നത്തെ ടേബിളൊക്കെ എന്ത് ചെയ്തു? അത് കൊടുത്തു. അതൊക്കെ നമ്മള് ഈ സെറ്റൊക്കെ ഇപ്പൊ വാങ്ങിയതെല്ലാം എല്ലാം വാങ്ങി, എല്ലാം പുതിയതാക്കി. പിന്നെ രണ്ട് ബെഡ്റൂമുകൾ വരുന്നത് അവിടെയാണ് കേട്ടാ. അത് കണ്ടിട്ട് നമുക്ക് കിച്ചണിലേക്ക് പോവാം. ഇതിങ്ങനെ തന്നെയായിരുന്നു. പിന്നെ ആ റൂമിൽ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. ഈ റൂമില് ഇത് ഇതേ കണ്ടില്ലേ, ബെഡ്റൂമിന്റെ ഡോറുകൾ കണ്ട, നമ്മുടെ ഡോർ പോലെ തന്നെ, മാറ്റൊന്നുമില്ല. ഇവിടെ ബാത്റൂം ആയിരുന്നു ഇത്. ഇത് വാഷ്റൂം. ഇത് നമുക്ക് ഇങ്ങനെ ആക്കി എടുത്തിട്ട് അതിന്റെ അകത്താക്കി കുറച്ച് നീട്ടി. ഏതായിരുന്നു ബാത്റൂം? ഇങ്ങനെ നേരെ ബാത്റൂമിലേക്കായിരുന്നു. ഇതായിരുന്നു ഇത്. അപ്പൊ ഇത്രയും ഭാഗം അപ്പൊ ഇതിന്റെ ഒരു സ്റ്റോറേജ് സ്പേസ് ആക്കി മാറ്റി ബാത്റൂമിനെ. എന്നിട്ട് പുതിയതായിട്ട് ബാത്റൂം അങ്ങോട്ട് എടുത്തു. ഇതാണ് ബാത്റൂം. ഇവിടെ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഇത് കൊടുത്തിട്ടുണ്ട്. ഡ്രൈ വെറ്റ് ഏരിയ തിരിച്ചിട്ടുണ്ട്. എന്തേ ചേട്ടൻ കുളിക്കാൻ നോക്കണ്ട? ചേട്ടനായ കാരണം പറയാൻ പറ്റില്ല, ചിലപ്പോ കുളിച്ചിട്ടേ വരുള്ളൂ. ഈ ബെഡൊക്കെ പുതിയതാക്കി, എല്ലാം പുതിയതാക്കി. ഇവിടെ ഇത്രയ്ക്കൊക്കെ തന്നെയുള്ള ബെഡ്റൂം ഇങ്ങനെ തന്നെയായിരുന്നു അല്ലേ? ബെഡൊക്കെ മാറ്റി ഇവിടെ ഒരു വാൾ പേപ്പർ ഒക്കെ ചെയ്തിട്ട് ഈ വർക്കുകളൊക്കെ ചെയ്തു. എല്ലാ വർക്കുകളും സീലിംഗ് വർക്കും എല്ലാം ചെയ്തു. ഇവിടെ കബോർഡുകള് ഇതുണ്ടായിരുന്നില്ലേ? അതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോ ഇവിടെ ഇതൊക്കെ ചെയ്തു. ഈ സ്റ്റഡി ടേബിൾ ചെയ്തു, അതൊക്കെ ചെയ്തു. അപ്പൊ അത്യാവശ്യം നല്ല മാറ്റം വരുത്തിയിട്ടുണ്ട്. നല്ല മാറ്റം വരുത്തിയിട്ടുണ്ട്. വരുന്ന ആൾക്കാരൊക്കെ പുതിയ വീട്ടിലേക്ക് ഇത് പഴയ വീടാണെന്നേ തോന്നുന്നില്ല ആ രീതിയില്. അല്ല 24 കൊല്ലം മുന്നുള്ള വീടാകുമ്പോ പിന്നെ പണിതിട്ടുള്ള വീടാവുമല്ലോ. അതെ. ഇവിടെ ഇത് സ്റ്റോറായിരുന്നു നമ്മുടെ. ഇവിടെ ഒരു ബെഡ്റൂം. ഇതെല്ലാം ഇതൊക്കെ ഇന്റീരിയർ വർക്കൊക്കെ ഇപ്പൊ ചെയ്തതാണ് ഇതൊക്കെ. പിന്നെ ഇതിന് ഇല്ല ഉണ്ടായിരുന്നില്ല. ഇത് സ്റ്റോറായിരുന്നു നമുക്ക് കിച്ചണിലേക്ക്. നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ ഒരു ബാത്റൂം ആക്കി. കിച്ചണിന്റെ സ്റ്റോറ് അത് ഇവിടേക്കുള്ള ഇങ്ങോട്ട് എടുത്തു. എന്നിട്ട് പുതുതായിട്ടുള്ള ബാത്റൂം എടുത്തു. ബാത്റൂം ഒരു ചെറിയൊരു അതിലും വലുതാണ് ബെഡ്. അവിടെ സ്ഥലം സ്പേസ് കുറവായതുകൊണ്ട് അനുസരിച്ച് ചെറിയ ഉള്ളത്. അപ്പൊ അങ്ങനെ താഴെ 2 ബെഡ്റൂം ഉള്ളൂ അല്ലേ? താഴെ 2 ബെഡ്റൂം. ഇത് തന്നെയായിരുന്നു കിച്ചൺ. ഇത്രയും തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ സ്റ്റോറ് ഇത്രയും അറിയാലോ, അങ്ങോട്ട് എടുത്ത് സ്റ്റോർ അങ്ങോട്ട് എടുത്തിട്ട് പിന്നെ ഇവിടെ അങ്ങോട്ടായിരുന്നു അടുപ്പൊക്കെ, സ്റ്റൗ ഒക്കെ അങ്ങോട്ടായിരുന്നു. ആ ഭാഗത്തായിരുന്നു. കിഴക്ക് ഭാഗ്യം ഇതാണ് കിഴക്ക്. അപ്പൊ ഇങ്ങോട്ട് മാറ്റി. പിന്നെ ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ കൊടുത്തു, സിങ്ക് കൊടുത്തു. നമ്മളുടെ പോലെ തന്നെ, പക്ഷെ കളർ നമ്മുടെ വേറെ വ്യത്യാസം നമുക്ക് കിട്ടിയില്ല. അത് അതുകൊണ്ടാണ്. ശരി, ആ കളർ കിട്ടിയില്ല. പക്ഷെ ഈ കളർ നല്ല ഭംഗിയുണ്ട്, ഒരു പർപ്പിൾ പോലെ നല്ല ഭംഗിയുണ്ട് ഈ കളർ. ഇട്ട് കഴിഞ്ഞപ്പോ ആദ്യം ഞാൻ സമ്മതിച്ചില്ല, ഇട്ട് കഴിഞ്ഞപ്പോ കുഴപ്പമില്ല. ആ വൈറ്റ് കോമ്പിനേഷൻ വന്നപ്പോ ഭംഗിയുണ്ട്. വാഷ് ഏരിയ ഇവിടേക്ക് അല്ലേ? വാഷ് ഏരിയ അപ്പൊ ആദ്യം എവിടെയായിരുന്നു? ഇതിവിടെ ഫ്രണ്ടിൽ അവിടെയായിരുന്നു. ഹോളിൽ തന്നെയായിരുന്നു വാഷ് ഏരിയ ഉണ്ടായിരുന്നു. അത് ഇങ്ങടാക്കി. സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഇതൊന്നല്ല കേട്ടോ. എനിക്ക് വർക്ക് ഏരിയ ഭയങ്കര രസമായിട്ടുണ്ട്. 2 സൈഡിലായിട്ടാണ്, പക്ഷെ നല്ല സൗകര്യമുണ്ട് വർക്ക് ഏരിയ. നമ്മളുടെ വർക്ക് ഏരിയ കുറച്ച് സ്ഥലമായത് കൊണ്ടായിരിക്കും. നന്നാക്കിയല്ലേ അത് നന്നാക്കിയിരുന്നില്ല. നമ്മളെ വർക്ക് ഏരിയ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഇത്തിരി കൂടി സൗകര്യത്തിലൊക്കെ നമുക്ക് പണിയണ സമയത്ത് ചെയ്യാമായിരുന്നു. ലാസ്റ്റ് ടൈമാണ് അവിടെ ഒരു ബോക്സ് ഒക്കെ അടിച്ച് അങ്ങനെ ആക്കിയത്. പക്ഷെ നന്നായി, അത് ഭംഗിയായി.
ഇവിടെ വാട്ട വീട്ടിലുള്ള നമ്മുടെ purifier ആണ്. വെച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഇങ്ങനെ നീളത്തില് അവിടെ വരയ്ക്കും. ആ നമ്മളുടെ വീട്ടിൽ തന്നെ മിക്സി. പ്രീതി സോഡിയാക്ക്. നല്ല സൗകര്യമുണ്ട്. ഇതിനേക്കാളും സൗകര്യമുണ്ട് അടുത്ത സ്ഥലം. അത് അതിനേക്കാളും സൂപ്പറാ. കണ്ട ഇതൊക്കെ എടുത്തതാണ്, ഈ വർക്ക് ഏരിയ ഒക്കെ എടുത്തതല്ലേ പുതുതായിട്ട്? ഇല്ല, ഇതുണ്ടായിരുന്നു അടുപ്പായിട്ട്. പിന്നെ നമ്മുടെ യൂട്ടിലിറ്റി ഏരിയ ഇവിടെ ആയിരുന്നു. വാഷിംഗ് മെഷീൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ആയിരുന്നു. അതിനൊക്കെ ഇത് പുതുതായിട്ട് നീട്ടിയെടുത്തു. ഇവിടെ നിന്നിട്ട് അരക്കണ്ടേ? കിഴക്കോട്ട് അരക്കണം. അതന്നെ, ഇങ്ങോട്ട് ഇവിടെ നിന്നിട്ട് വേണം അരയ്ക്കാൻ. പിന്നെ ഇവിടെ ഒരു ടോയ്ലറ്റും പുതുതായിട്ട് എടുത്തു. നല്ല രസമായിട്ടുണ്ട് ഇതിന്റെ ടൈലൊക്കെ അല്ലേ? നല്ല ടൈല്. ഇതൊരു അയൺ ചെയ്യാൻ. പിന്നെ ഇത് നമ്മുടെ ചൂല് കാര്യങ്ങളൊക്കെ അങ്ങനെ സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് ഇവിടെ. ഒന്നും പുറത്ത് കാണില്ല. അത് കാണിച്ചിട്ട് അല്ലാതെ ഇയാളെ മരുവിളിക്ക് എടുത്ത് വെക്കുകയും ചെയ്യും. ഇന്ന് നമുക്ക് മോളിക്ക് പോവാം. ഇതിന്റെ ഫ്ലോറൊക്കെ മാറ്റിയിട്ടാ. ഇത് ആദ്യം ഇവിടെ മാർബിളായിരുന്നു. അതിന്റെ മേലെ അതൊന്നും പൊളിച്ച് കളഞ്ഞൊന്നുമില്ല. അതിന്റെ മേലെ ഈ ടൈൽ ഒട്ടിച്ചു. മൊത്തം എല്ലാം ഇവിടെ മാറ്റിയില്ലേ? സിറ്റ് ഔട്ടിലും അത് തന്നെയാണ്, എല്ലാം മാറ്റി. പിന്നെ ഇവിടെ നമ്മളുടെ അവിടെ പോലെ ചെയ്തു അല്ലേ, പീസുകളാക്കിയിട്ട്. അങ്ങനെ അപ്പൊ നമുക്ക് ഇനി മോളിക്ക് പോവാം. ഈ സ്റ്റെയർ ശരിയാക്കി. ചെറുതായിരുന്നു ആദ്യം, കുറച്ച് വീതിയൊക്കെ വെച്ച്. വീതി കുറവായിരുന്നു. അതിൽ മേലെ പുതിയത് പണിയല്ലേ? എന്തൊരെളിമ. ഇത് ഇവിടെ ഹാൻഡ് റെയിൽ എന്തായിരുന്നു ആദ്യം? സ്റ്റീലായിരുന്നോ? വുഡ്. അതായിരുന്നു. ഇപ്പൊ ഈ സ്റ്റെയർ കേസിന് വീതി കുറവായിരുന്നു, അത് കൂട്ടി ഹൈറ്റിൽ ഒരു വേരിയേഷൻ ഉണ്ടായിരുന്നു, അത് മാറ്റി. ഹാൻഡ് റെയിൽസ് മാറ്റി, അങ്ങനെ മാറ്റി. ഈ ഫ്ലോ ഇതോ? ഇത് നേരത്തെ ഉണ്ടായിരുന്നു. ഗ്രാനൈറ്റ് നേരത്തെ ഇതല്ല, മോളിൽ ഇവിടൊക്കെ ഇട്ടു. ഇത് പുതിയതാണല്ലേ? ഇത് പുതിയതാ. ഇത് ഇവിടെ ഇതായിരുന്നില്ല കേട്ടാ. ഇത് മാറ്റിയിട്ട് ഇപ്പൊ പുതിയ ഗ്രാനൈറ്റ് ഇട്ടതാണ് ഇതൊക്കെ. ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ ഫ്ലോർ മാറ്റിയിട്ടില്ല, ഇത് പഴയ തന്നെയാണ്. അപ്പൊ മോളിലേക്ക് കയറുമ്പോൾ കുഞ്ഞൊരു ഹാളുണ്ട്. ഇവിടെ ഒരു ഡോർ ഉണ്ടായിരുന്നു. ഇവിടെ മതിലായിരുന്നു. ഇങ്ങനത്തെ ഒരു ആർച്ചാക്കി. ഒരു ചെറിയൊരു TV വെച്ചു. താഴെ ടിവിക്കുള്ള ഒരു പോർഷൻ ഉണ്ട് കേട്ടോ. പക്ഷെ അവിടെ TV വെച്ചിട്ടില്ല. TV ഇപ്പൊ വെച്ചാലും കാണാൻ ആൾക്കാർ ഇവിടെ ഇല്ലല്ലോ അല്ലേ? പിന്നെ ഇവിടെ 2 ബെഡ്റൂമാണ് മുകളിലുള്ളത്. ഒരെണ്ണം അത് താഴത്തെ ബെഡ്റൂമിന്റെ അതേപോലെ തന്നെ മുകളില് അല്ല. ഇത് രണ്ട് സൈഡായിട്ടല്ലേ അല്ലേ? കാർ പോർച്ചിന്റെ മുകളിലാണ് ഇത് പണിതേക്കുന്നത്. ഇവിടെ നമുക്ക് ഇതും കൊടുക്കാൻ പറ്റില്ല. ഇത് മുന്നുണ്ടായിരുന്നു തന്നെയാണോ? ഉണ്ടായിരുന്നു തന്നെ. ഇത് പക്ഷേ ബാത്റൂം ഇല്ലാത്തതുകൊണ്ട് ഇതിന്റെ ഗ്രാനൈറ്റ് മാറ്റിയിട്ടില്ല. ബെഡും ഇതൊക്കെ ചെയ്തു, എല്ലാം ചെയ്തു. മുകളിൽ ഇവിടെ കബേർഡ്, ഫാനുകളൊക്കെ നമ്മുടെ വീട്ടിലുള്ള ഫാനുകൾ, പിന്നെ കബേർഡ് ഒക്കെ ചെയ്തു. ഈ ബെഡ്റൂമിന് വേണ്ടിയിട്ട് ഒരു കോമൺ ബാത്റൂം ഇവിടെ കൊടുത്തു. ഇവിടെ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മള് ആ ബാത്റൂം ഇവിടെ കൊടുത്തു. ആ ബെഡ്റൂമിൽ ഒരു ബാത്റൂം കൊടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പൊ ഇവിടെ ഒരു കോമൺ ഇതിവിടെ ഉണ്ടായിരുന്നതാണോ? പുതിയതെടുത്തതാണ്. പിന്നെ അവിടെ ഒരു റൂം, അത് നിങ്ങൾക്കുണ്ടാ? ഡോറ് സ്ലൈഡിങ് ഡോറാണ്. ഡോറ് സ്ലൈഡിങ് ഡോറാണ്. അത് ഷേപ്പ്. അതിന്റെ അതേ മുകളിൽ തന്നെയാണത്. അതിന്റെ പോലെ വാഷ്റൂം ഒരെണ്ണം ഉണ്ടായിരുന്നു, കോമൺ ആയിരുന്നു. അത് ഇതിന് കൊടുത്തു. 2 ബെഡ്റൂമിന് ഒരു കോമൺ ബാത്റൂം ആയിരുന്നു, അത് ഇതിന് കൊടുത്തു. ഇതും നല്ല വലിപ്പമുള്ള ബാത്റൂമാണ്. ടാറ്റ എന്നിട്ട് പോവാ.
ഇതുണ്ടെങ്കിൽ സുഖാട്ടാ. ഇത് പിന്നെ ഉണങ്ങി കിടക്കും ഈ സാധനം. അതന്നെ. ഫുള്ളായിട്ട് ഉണങ്ങി കിടക്കും. നമുക്ക് ഇതിന്റെ ഇവിടെയൊക്കെ വെള്ളം നനവ് ഇപ്പൊ വെള്ളത്തിന്റെ നനവ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല. ലാപ്ടോപ്പൊക്കെ ഒന്ന് വെക്കാനായിട്ട് തന്നെ ഒരു പിന്നെ പുറത്തെ കാഴ്ചകൾ കാണാം. ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ എത്ര സ്ക്വയർ ഫീറ്റ്? 30,000 സ്ക്വയർ ഫീറ്റ്. 3000-ന്റെ അടുത്ത്. നമ്മൾ രണ്ടാമത് കൂട്ടിയിട്ട് 2000. അവിടെ ഹാൻഡ് റെയിൽസ് മറ്റേത് വെച്ചു, ഗ്ലാസ് ഇട്ടു. ഗ്ലാസ് ഇട്ടു. ഇതുണ്ടായിരുന്നു തന്നെയാണ് മുൻപ്. ഇല്ല ഇതുണ്ടായിരുന്നു, ബാൽക്കണി ഉണ്ടായിരുന്നു. ഇത് ഗ്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ഈ ഗ്ലാസ് ഒക്കെ പിന്നിട്ട് അതന്നെ. ഇവിടെ നിന്നും ഇങ്ങനെ നോക്കിയിരിക്കാനും ഇവിടെ ഇരിക്കാനൊക്കെ കാറ്റ് കൊണ്ടുള്ളാനൊക്കെ നല്ല രസമായിരിക്കും. മഴ പെയ്യുമ്പോൾ നല്ല ഭംഗിയാണ്. ഇത് പടിഞ്ഞാറല്ലേ? അത് പടിഞ്ഞാറ്. പടിഞ്ഞാറോട്ടാണ് ദർശൻ. അത് വടക്ക്. നമ്മുടെ വീട് പടിഞ്ഞാറോട്ടാണ്. അപ്പൊ ചൂട് കൂടും അല്ലേ? അങ്ങനെ പറയുന്നേക്കാളും പടിഞ്ഞാറൻ വെയിൽ വരും. പക്ഷെ മരങ്ങളുള്ള കാരണം നമുക്ക് അത്ര അവിടെ നിന്നില്ല. മരങ്ങളുള്ള കാരണം അത്രയ്ക്ക് ചൂടില്ല നമുക്ക് പടിഞ്ഞാറ്. ഇതേപോലെ തന്നെ ഇപ്പൊ കണ്ടമാനം മരങ്ങളുണ്ടെങ്കിൽ സുഖമായിട്ടാണ് വെയിലധികം അടിക്കില്ല. പണ്ട് ഈ വീട് എങ്ങനെ കിടന്നിരുന്നേന്നുള്ള ഫോട്ടോ കാണുകയാണെങ്കിലാണ് ഇതിന്റെ മാറ്റം ശരിക്കും നമുക്ക് മനസ്സിലാവാം. എന്നാലും 10-30 കൊല്ലം പഴക്കണ്ടാവും വീടുന്നില്ല മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ. വാങ്ങിക്കുമ്പോ 2000-ലുള്ളതാണെന്നാ പറഞ്ഞത്. ഞങ്ങൾ 2004-ല് വാങ്ങി. 2000 പണിതിട്ട് മോളില് ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോ എന്താ വാർക്ക ചെയ്തോണ്ടിരുന്നപ്പോ നമ്മള് വാങ്ങി. 24 കൊല്ലം പഴക്കം. 24 കൊല്ലം അല്ല 4 കൊല്ലം പഴക്കമുള്ള വീടിനെ ഇങ്ങനെ മാറ്റി. പുറമേക്ക് കാണുമ്പോ വലിയ മാറ്റങ്ങളൊന്നും തോന്നിയില്ല. പക്ഷെ ഉള്ളിലാണ് ഭയങ്കരമായ മാറ്റങ്ങൾ. വീട് മനോഹരമാണ്. അതുകൊണ്ട് താഴത്തേക്ക് വീട് പോവാം. അത് നമ്മളുടെ ബന്ധുക്കളൊക്കെ വരുമ്പോ ഉള്ളിൽ വരുമ്പോഴത്തെ മാറ്റം പറയുമ്പോ ശരിക്കും എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായി. കാരണം ചെറിയ ചെറിയ റൂമുകൾ പോലെ അല്ലായിരുന്നു ആദ്യം. ഇപ്പൊ എല്ലാം അപ്പോൾ നമ്മൾ മിറ്റത്തേക്ക് വീണ്ടും ഇറങ്ങിയിട്ടാ. മിറ്റത്തേക്ക് വീണ്ടും ഇറങ്ങുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഗേറ്റ് ഉണ്ട്. ഗേറ്റ് ഇപ്പൊ നല്ല രീതിയിലുള്ള ഗേറ്റ് റെയിൽ പോലെ ഒരു കാറിന് കിടക്കാവുന്ന ഗേറ്റ് ആയിരുന്നു. ഇപ്പൊ നോക്കിയാൽ നല്ല ഈ മതിൽ ആ വീടിന്റെ വീതിയിലുള്ള ഒരു ഗേറ്റ് തന്നെയാക്കി. ഞാൻ അത് അടയ്ക്കാണ് കേട്ടോ. 3 കാറുകൾ കയറ്റാൻ പറ്റുന്നു. 3 കാറുകൾ കിടക്കണ വീതിയാക്കി. ഇപ്പോൾ പിന്നെ ഇവിടെ ഒന്ന് സ്ലോപ്പാക്കി. ഇത് മുറ്റത്തിനെ കുറച്ച് ഇത്തിരി ഹൈറ്റ് കൂടുതലായിരുന്നു. അപ്പൊ വണ്ടിയൊക്കെ ഇവിടെ നിന്ന് കയറ്റാൻ ഭയങ്കര പാടായിരുന്നു. ഇപ്പൊ താഴ്ത്തി ഇതൊക്കെ ആക്കി ഇങ്ങനെയൊക്കെ ചെയ്തു. ഇത് മറ്റേ ഇതല്ലേ ബാംഗ്ലൂർ സ്റ്റോൺ അല്ലേ ടോണത്? കണ്ടോ? 2-1 ബാംഗ്ലൂർ സ്റ്റോണാണ് ടോണത്. പിന്നെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല ഗേറ്റാണ് ഇത്. സരിത ഗേറ്റ് അടച്ച് എന്നെ പുറത്താക്കാനുള്ള പരിപാടി. അതെ, ഞാൻ നോക്കിയതാ. അതെ, ഗേറ്റ് നല്ല രസമായിട്ടില്ലേ? ഇത് മുട്ടും. അപ്പോൾ നമ്മൾ തുറക്കണു. അപ്പോൾ അടിപൊളി. അതായത് ഗേറ്റ് കാരണം ഒരു സ്ഥലം പോലും വേസ്റ്റ് ആവില്ല അല്ലേ? അതാണ് സ്ലൈഡിങ് ഗേറ്റിന്റെ ഗുണം. അല്ല, ഇത്രയും വലിയ ഡോറ് ഇങ്ങനെ തുറക്കുകയാണെങ്കിൽ എന്തോരം സ്ഥലം വീട് പോണ്ടി വരും. അത്രയുള്ള അല്ല, 2-3 ഇതുകളാക്കും, അല്ലെങ്കിൽ പീസുകളാക്കിയിട്ട് കുഴപ്പമില്ല, തള്ളിയിടാൻ സ്ഥലമുണ്ട്. അപ്പം ഇനി ഇവർ നമ്മളോട് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു പോണത്. അപ്പോൾ വീട് കാണുമ്പോൾ എങ്ങനെയും സ്വാഭാവികമായിട്ടും നമ്മുടെ വീട് ചെയ്തത് ആൽവിനാണ്. അപ്പോൾ ആൽവിൻ്റെ നമ്പർ ചോദിക്കും. അപ്പോൾ നമ്മൾ ഈ നമ്പറൊന്നും ഇവിടെ എഴുതിയിരുന്നുണ്ട്. പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ ചെയ്ത് തരാൻ നമ്പർ കേട്ടാ. വീട് നമുക്ക് പറഞ്ഞ സമയത്തിനേക്കാളും വൈകിട്ട് അത് കഴിഞ്ഞ് കിട്ടിയാലും അതിൻ്റെ ഒരു ഭംഗിയുണ്ടല്ലോ അല്ലേ? പൂർണ്ണത ആവുമ്പോൾ നമുക്ക് വരുന്ന ഒരു സന്തോഷമുണ്ട്. നമ്മുടെ വീടായാലും ആളുകൾ വന്ന് നേരിട്ട് വന്ന് കാണുന്നവരായാലും നമ്മുടെ വീഡിയോകൾ കാണുന്നവരായാലും ഇങ്ങനെ പറയുമ്പോഴേ പണ്ടത്തെ നമ്മുടെ വീട് അത് കണ്ടിട്ടുള്ളവർക്ക് അറിയുള്ളൂ. ഇപ്പോൾ വന്നേക്കണ ആ മാറ്റം അതിന് ആൽവിൻ അടിപൊളിയാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. സൂപ്പറാക്കി തരും വീട്. അപ്പോൾ നമുക്കിനി ഫുഡ് ടച്ച് ചെയ്യാം കേട്ടോ. നമ്മളിവിടെ ഇറങ്ങാണ്.
വീണ്ടും ഞങ്ങൾ വരുന്നതായിരിക്കും. ഞങ്ങൾക്ക് ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്യാനായിട്ട് വരണം. അപ്പൊ ശരി. പിന്നെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, നമ്മൾ കഴിച്ച ഫുഡ് ചേച്ചിയുടെ കൈപുണ്യത്തിനെ കുറിച്ചിട്ട്. ആള് അടിപൊളി കുക്കാണ് കേട്ടാ. അപ്പൊ ആള് ഇല്ല, കറക്റ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞേ. നിങ്ങൾ പെട്ടെന്ന് വരുന്നു എന്ന് പറഞ്ഞത് കൊണ്ടാണ് തന്നെ കുറെ സാധനങ്ങൾ ഉണ്ടാക്കിയാനെന്ന്. ഇപ്പൊ തന്നെ സാധനങ്ങൾ കഴിച്ചിട്ട് അവിടെ വയറൊരു പരിവായിട്ടിരിക്കണേ. അപ്പൊ മുന്നേ പറഞ്ഞിരുന്നെങ്കിൽ എന്തായാലും സ്ഥിതി. അപ്പൊ നമ്മൾ വരും. ആളുടെ കുറെ റെസിപ്പികള്, അതും മിക്കവാറും ഒക്കെ പരീക്ഷണങ്ങളാണ്. ഒരു പുഡിങ് ഒക്കെ കഴിച്ചു, മാംഗോന്റെ പുഡിങ്, അതൊക്കെ ആളുടെ പരീക്ഷണങ്ങളാണ് കേട്ടോ. അപ്പൊ അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ നമ്മൾ കാണിക്കുന്നതായിരിക്കും. ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ ഇത്ത ഇവിടെ 2 മാസം കൂടി ഉണ്ടാവും. ഇക്ക 4-ാം തീയതി തിരിച്ചു. അപ്പൊ നമ്മൾ വരും കേട്ടോ, വീണ്ടും വരും. ശരി, ബൈ.